മലയാളത്തിലെ 25ാമത്തെ പാഠം തകരത്തമ്പുരാൻ. ആഹാര ധാരാളിത്തത്തിന്റെ കാലമാണത്. ആഹാരം ആവശ്യം എന്നതിലുപരി ആർഭാടം പോലും ആയിത്തീർന്നിരിക്കുന്നു ഇന്ന്. എന്നാൽ 50-60 കൊല്ലം മുമ്പ് അവസ്ഥ ഇതായിരുന്നില്ല. കടുത്ത ദാരിദ്ര്യം നടമാടിയിരുന്ന അക്കാലത്ത് മിക്കവരും വിശപ്പടക്കിയിരുന്നത് കാലവർഷത്തിന്റെ കനിവിൽ പുരയിടങ്ങളിലും വെളിമ്പറമ്പുകളിലും തഴച്ചു വളർന്നിരുന്ന പാഴ് എന്ന് ഇന്ന് കരുതുന്ന പലതരം ചെടികളെ കൊണ്ടായിരുന്നു. ആ കാലത്തിന്റെ അടയാളമായി താളും തകരയും എന്നൊരു പ്രയോഗം ഇന്നും നിലനിൽക്കുന്നുണ്ട്. ഇതിനെ ആചാരാനുഷ്ഠാനങ്ങളിലൂടെ എടുക്കാനാവാം. പത്തില തിന്നൽ, തവിട്ടട തിന്നൽ തുടങ്ങിയ ഏർപ്പാടുകൾ നമ്മുടെ നാട്ടിൽ ഉണ്ടായത്. ഈ പശ്ചാത്തലത്തിൽ തകരയ്ക്ക് ഒരു പ്രത്യേക പ്രാധാന്യം കൈവന്നിരുന്നു. അതുമായി ബന്ധപ്പെട്ട് വടക്കൻ കേരളത്തിൽ രൂപം കൊണ്ട ഒരു കഥയും അതിൻ്റെ പൊരുളും വിശകലനം ചെയ്യുകയാണ് തകരത്തമ്പുരാൻ എന്ന ഈ പ്രബന്ധത്തിൽ ശ്രീ E.P. രാജഗോപാൽ. നമ്മുടെ തകരത്തമ്പുരാൻ എന്ന പാഠത്തിലെ ആശയങ്ങൾ ഇതാണ്. ഇനി നമുക്ക് പാഠത്തിന്റെ ഭാഗങ്ങളിലേക്ക് കടക്കാം. തകരത്തമ്പുരാൻ. കർക്കടകത്തിന്റെ പച്ചരാജാവായിരുന്നു തകര. മഴയ്ക്ക് ദാരിദ്ര്യത്തിന്റെ ഈണമായിരുന്നപ്പോൾ പറമ്പിലും വഴിയോരത്തും അവതരിച്ച ഹരിതമൂർത്തി. ആരും നടാതെ ഞാനിതാ വന്നിരിക്കുന്നു, മഴയേറ്റ് ഉഷാറായിരിക്കുന്നു, പറിച്ചെടുത്തുകൊള്ളുക എന്ന് സമ്മതിച്ചുകൊണ്ട് നനഞ്ഞ ഇലകളുമായി തകര നിൽക്കുന്നു. അടുക്കളയിൽ തകര നല്ല കറിയായി, കുറച്ച് വറ്റും കൂടുതൽ കറിയുമായി അരിഷ്ഠിച്ചു കഴിയുന്ന കർക്കടക ജീവിതത്തിൽ തകര ഉറ്റ ബന്ധു തന്നെയായി വർത്തിച്ചു. വാദത്തിനും കഫത്തിനും ചൊറിക്കും ശ്വാസമുട്ടലിനും കൈകണ്ട മരുന്നാണ് തകര എന്ന് ആയുർവേദത്തിൽ ഒരു ചൊല്ലുണ്ട്. കർക്കടകം എന്ന വർദ്ധിക്കാലത്ത് അതിൻ്റെ ആവശ്യം മറ്റെന്തിനേക്കാളും പ്രധാനമാകുന്നു. ആ ഘട്ടത്തിൽ സാക്ഷാൽ തമ്പുരാൻ പോലും പ്രജകളെ സഹായിച്ചില്ല. അന്ന് സാധാരണക്കാരായ ജനങ്ങളെ ഭക്ഷണത്തിന് സഹായിച്ചത് തകരയാണ്. അപ്പോൾ തമ്പുരാൻ പദവി സ്വാഭാവികമായും തകരയ്ക്കാണ് കൊടുക്കേണ്ടത്. പടുമുളയായി താനേ മുളച്ച് പടർന്ന പാവം ചെടിയാണ് തകര. ഉയർന്ന ജാതിക്കാരും പണക്കാരും തകരയെ ആഹരിക്കാമെന്ന വസ്തുത അറിയുന്നേ ഉണ്ടാവില്ല. അവരാരും പടുമുളകളല്ലല്ലോ. അങ്ങനെ നോക്കിയാൽ തകരയും പാവപ്പെട്ടവരും സമാനർ എന്നും പറയാം. തമ്പുരാന്റെ മുന്നിൽ വെച്ച് തകരയെ തമ്പുരാൻ എന്ന് വിളിക്കുന്നതിലും നമസ്കരിക്കുന്നതിലും ഒക്കെ പ്രകടമാകുന്നത് തകരയോടുള്ള ബഹുമാനം മാത്രമല്ല, മറിച്ച് തമ്പുരാനോടുള്ള പ്രതിഷേധം കൂടിയാണ്. അതുകൊണ്ടൊന്നും തീരുന്നില്ല. തമ്പുരാൻ പ്രജകളുടെ രക്ഷയ്ക്ക് ഉത്തരവാദപ്പെട്ടിരിക്കുന്നു എന്നാണല്ലോ പൊതുവെ വയ്പ്. എന്നാൽ രക്ഷകനാകാൻ ഒറ്റത്തമ്പുരാന് മാത്രം സാധിക്കില്ല എന്നതാണ് പരമസത്യം. നിസാരനായ ഒരു പാഴ്ചെടി പോലും ഒരു വേള രക്ഷകനായി വന്നേക്കാം. അഥവാ അനേകരുടെ പരിശ്രമമാണ് തന്നെ തമ്പുരാനാക്കുന്നത് എന്ന വസ്തുതയെ കണ്ടില്ലെന്ന് വെച്ചാണ് തമ്പുരാൻ തൻ്റെ പദവി അഹന്തയോടെ നിലനിർത്തുന്നത്. തകരത്തമ്പുരാൻ എന്ന പ്രയോഗം മേൽപ്പറഞ്ഞ ആശയങ്ങളെയെല്ലാം ഉൾക്കൊള്ളുന്നു എന്നതാണ് ഈ പാഠഭാഗത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത്.